ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എനിക്കും മിന്നൂസിന് സ്കൂളിലാട്ടോ. കണ്ണൂർ എവിടെ സ്കൂളിൽ നല്ല മഴയുള്ള കാലാവസ്ഥയാണ് നമുക്ക് സ്കൂളിലാണ്ടിരുന്നത്. പക്ഷേ രാവിലത്തെ ക്ലൈമറ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇന്ന് ഞാനാണ് കേട്ടോ വീട് കൂട്ടിയത്. നമ്മൾ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. മമ്മി വരുന്നുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് വരുന്ന വഴിയിലാണെങ്കിൽ പകുതിക്ക് വെച്ചൊരു മതിൽ ഇടിഞ്ഞിട്ടാണുള്ളത്. ഇതാണ് കേട്ടോ അവസ്ഥ. അതുകൊണ്ട് വണ്ടി മുറ്റത്തോളം വരില്ല, നമ്മൾ റോട്ടിലേക്ക് പോകണം. അതുകൊണ്ട് നമ്മളെ മേൽവാഹനം ഇപ്പം ഇത്ര വരെ എത്താറുള്ളൂ. മഴയുള്ള സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രിയൊക്കെ പോകുമ്പോൾ ആകപ്പാടെ ചളിയൊക്കെ ആയി ആകപ്പാടെ നല്ല കഷ്ടപ്പാടാണ്. റെയിൽവേ സ്റ്റേഷനിൽ എത്താനായി കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇന്നലെ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിട്ടാട്ടോ ഉറങ്ങിയത്. സാധാരണ ഇപ്പോൾ ട്രെയിൻ വരുന്നതിന് മുന്നേ നമ്മളവിടെ എത്തിയിട്ട് ഇരിക്കാറാണ് കേട്ടോ പതിവ്. ഇതാ ഈ കാണുന്നതാട്ടോ മമ്മി വന്ന ട്രെയിൻ. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഇതവിടെ എത്തി. മമ്മി എപ്പോഴും ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാട്ടോ യാത്ര ചെയ്ത്. അതുപോലെ ഞാനും മിന്നൂസും ഉമ്മയും പോകുമ്പോഴും ലേഡീസിലാട്ടോ യാത്ര ചെയ്യാറ്. പിന്നെ ഗൈസ് ഏറ്റവും ബാക്കിയുള്ള ലേഡീസിലാണ് കയറിയത്. അതുകൊണ്ട് തന്നെ നല്ല ദൂരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വരുമ്പോൾ ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ വന്നത്. ഇത് ഒരാൾക്ക് 20 റുപ്പീസ് ആണ് കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം. നല്ല ലഗേജ് ഒക്കെ ഉണ്ടാവും മമ്മി വരുമ്പോൾ. അതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഈ സർവീസ് തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ഇത് വന്നപ്പോൾ തൊട്ടേ മമ്മിയും നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ കൂട്ടിക്കൊണ്ടുവരാറ്. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗ്രീൻസിലെത്തി. പിന്നെ നമുക്ക് കുറച്ച് വേണ്ട ഐറ്റംസ്, പിന്നെ അതുപോലെ തന്നെ ഉമ്മക്ക് കുറച്ചധികം ഗ്രോസറി ഐറ്റംസ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ പെറുക്കി ഏകദേശമൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ആഗ്രഹത്തിന്റെ പുറത്തിലൊരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും അടുത്ത ഗെറ്റ് റെഡി വിത്ത് മീ ഇടുമ്പോൾ കാണിച്ചു തരാം. ഒരു മഞ്ഞ കളറിലാണ്. പിന്നെ നമ്മൾ അങ്ങനെ ബില്ല് ചെയ്യാൻ വേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോഴത്തെ വീഡിയോസ് എല്ലാവരും കൂടുതൽ ശ്രദ്ധിച്ച് വരുന്നുണ്ട് തോന്നുന്നു. നമുക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സിനെയും പുതിയ കമൻറ്ററിനെയൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ അത് നമ്മൾ ചോറ് വാങ്ങാൻ വേണ്ടി വന്നു കേട്ടോ. ഇന്ന് നമ്മൾ മലയാറ്റൂർ നിന്നാണ് കേട്ടോ ചോറ് വാങ്ങി. പിന്നെ നമുക്കൊരു കമൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നു സ്കൂൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമെന്ന്. ഇൻഷാല്ലാ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ വരുന്ന വഴിയിലാണ് നമ്മൾ ഞാവൽപ്പഴം കണ്ടത് കേട്ടോ. ഇത് ഭയങ്കര അടിപൊളി സാധനം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ചവർപ്പായിരുന്നു. ഇഷ്ടപ്പെട്ടില്ല എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ ഗൈസ്, ഈ ഞാവൽപ്പഴത്തിൻ്റെ ഒരു വലിയ മരം എൻ്റെ വീട്ടിലുണ്ട്. പക്ഷേ ഇതുവരെ ഞാവൽപ്പഴം ആയിട്ടില്ല കേട്ടോ. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ആർക്കും ഇറങ്ങി താഴെ കമൻറ്റ് പറഞ്ഞേ. ഇതിൻ്റെ ഫ്രൂട്ട് ആവാൻ വേണ്ടി കുറേ നാളെടുക്കും. നമ്മൾ നട്ടിട്ട് ഏകദേശം ഒരു 3 വർഷമായിട്ടോ. അപ്പോൾ എന്തൊക്കെ ഇത്രയേ ഉള്ളൂ. ബൈ.